ജയന്റെ വകയാണ് അവന് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ ആരും ഉണ്ടാക്കാത്ത കാരണം 6 മണിക്ക് രമേശേട്ടൻ നീച്ചു, 7 മണിക്ക് ജയൻ നീച്ചു തുടങ്ങി. എന്താരും നീക്കത്ത് ഇപ്പൊ നീച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനുള്ളത്? ഞാനും ജയൻ പറയണേ എന്നോട് പറയണേ, നീ രമേശേട്ടൻ പോയിട്ട് ഗീതനെ വിളിക്കും, എന്നാലും ഗീത നിൽക്കുന്നു. ഒന്നിനെ തന്നെ എനിക്ക് വേണ്ടിപ്പിക്കാൻ പറ്റില്ല. സ്വപ്നം ഞാൻ കിടത്ത് ഉരുട്ടിരുന്നു. സ്വപ്പം ഒന്നിനി ചേച്ചി ചായ ഉണ്ടാക്കുക, എല്ലാരും ചായ ഉണ്ടാക്കുക. പാവം നടക്കണം. അവസാനം ജയൻ തന്നെ വേണ്ടി വന്നു ചായ ഉണ്ടാക്കാൻ. ജയന്റെ സ്പെഷ്യൽ ചായ. അതെന്താ വെച്ചാൽ ജയന്റെ ചായ പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മള് വേറെ ഒരു ചായയും കുടിക്കില്ല. അതാണ്, അതുകൊണ്ട് ജയൻ തന്നെ നീച്ചിട്ടുണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ. ഇനി ലഞ്ചും ഡിന്നറും എല്ലാം നിങ്ങളൊക്കെ എപ്പോഴാ പോണത്? ചായ കൊളക്കോ. ചായ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ജയൻ്റെ ചായ ഒരു 10-20 മിനിറ്റ് തിളപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയും ചക്കയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇത് ചെറിയമ്മയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ചക്കയും മാങ്ങയൊക്കെയാണ് കേട്ടോ, ചിപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് രാവിലെ മുതലേ കഴിക്കുകയാണ് എല്ലാവരും. അപ്പോൾ രാവിലെ അവിടെ ജയനും രമേശേട്ടനും കൂടെ ചായ ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡാണ്. ഇതാ ഗീതുൻ്റെ പുതിയ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്, പുതിയ ഫ്ലാറ്റിൽ. അത് കാണാനാണല്ലോ നമ്മൾ വന്നത്. അവരുടെ ഹൗസ് വാമിങ് സമയത്തൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷോർട്ട്സ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രമേശേട്ടൻ എങ്ങനെയാണ് വന്നതെന്ന്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രമേശേട്ടൻ ചെന്നൈയിലാണ്. അപ്പോൾ 2 ഡേയ്സിന് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർക്കാവുമ്പോൾ അടുത്താണ്. അപ്പോൾ ജസ്റ്റ് ഒരു 2 ഡേയ്സിന് വീക്കെൻഡിൻ്റെ ദിവസം ഇവിടെ വരാം, വീട് കാണാം. അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് വീട് കാണാമെന്നൊന്നും അറിയില്ല, കാരണം നാട്ടിലേക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ വീട് കാണലും പരിപാടികളൊക്കെ പിന്നെ എപ്പോഴാണ് നടക്കാമെന്നറിയില്ല, ഫുൾ ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എത്തിയ അതേ ദിവസം തന്നെ രാവിലെ ഒരു 7:30 ആകുമ്പോൾ രമേശേട്ടനും വന്നു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല. ഇന്നുകൊണ്ട് റെസ്റ്റ് വേണമെന്ന് വിചാരിച്ചു. ഇന്നലെ നമ്മൾ വന്ന ഉടനെ തന്നെ കറക്കും കാര്യങ്ങളായി. അപ്പോൾ നാളെ ആകുമ്പോൾ രമേശേട്ടൻ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളൊരു 2-3 ദിവസം കൂടിയുള്ളൂ, നമ്മൾ അധിക ദിവസമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വന്ന് വീട് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ബാംഗ്ലൂർ വിശേഷങ്ങൾ. അതാ വീട് ഒക്കെ കണ്ടു, അടിപൊളി വീടാണ്. നിങ്ങളെല്ലാവരും ഫുഡ് വേൾഡിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഹോം ടൂർ കൊടുക്കാൻ അത്രയേ ഉള്ളൂ. ഇന്ന് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇവിടെയൊക്കെ തന്നെ കറങ്ങാം. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് കുളിക്കട്ടെ. കുറേ നേരമായി രാവിലെ എല്ലാവരും രാത്രി ഇന്നലെ 2 മണി വരെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും എണീക്കാൻ തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തലങ്ങും വിലങ്ങൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഞാൻ രമേശേട്ടൻ രാവിലെ നേരത്തെ എണീറ്റ്, രമേശേട്ടൻ പിന്നെ ഉറക്കം കുറവാണല്ലോ. അപ്പോൾ നേരത്തെ എണീറ്റയുടെ ഓഫീസിലെ പണിയൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ചെറിയൊരു ഹോം ടൂറൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ആക്ച്വലി ബാംഗ്ലൂർ നമ്മളെവിടെയും കറങ്ങണമൊന്നുമില്ല കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കറങ്ങാല്ലേ, നല്ല വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഞങ്ങൾ കുറേ ഓപ്ഷൻസ് നോക്കി, മൈസൂരായാലും കൂർഗായാലും. പക്ഷേ എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. എവിടെയും ഒരു തണുപ്പ് ക്ലൈമറ്റ് ഇല്ല, ഒക്കെ ഒരു 30-29 ഡിഗ്രിയിൽ. അപ്പോൾ പിന്നെ ഈ വക സ്ഥലങ്ങളൊക്കെ നമ്മളെല്ലാം കോളേജ് പഠിക്കുന്ന കാലം മുതലേ നമ്മൾ ടൂർ പോയി ഞങ്ങളെല്ലാവരും എല്ലാ സ്ഥലവും കണ്ടതായതുകൊണ്ട് ആർക്കും എവിടെയും പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു വീട്ടിലിരിക്കാം, ഈ വെയിലത്ത് വയ്യ കറങ്ങാൻ. പോയ സ്ഥലം പിന്നെയും കാണാമെന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അല്ലെങ്കിൽ നല്ല തണുത്ത ക്ലൈമറ്റ് വേണം. അതിപ്പോൾ തൽക്കാലം എവിടെയില്ല, എല്ലായിടത്തും അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡുകൾ എക്സ്പ്ലോറുകളാണ് ഞങ്ങളുടെ മെയിൻ. എല്ലാവരുടെയും ഫുഡാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വന്നാൽ കുറേ ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഇരുന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ. അതല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ രമേശേട്ടനും അധികം ദിവസമല്ലല്ലോ, ജസ്റ്റ് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരും കൂടെ. കുട്ടികൾക്ക് ഒട്ടും താല്പര്യമില്ല സ്ഥലം കാണാൻ, കാരണം അവർക്ക് കളിക്കുക, അതാണ് അവരുടെ മെയിൻ. അവർക്ക് സ്ഥലം ഒന്നും കാണണ്ടെന്ന് പറഞ്ഞു, അവർക്ക് നടക്കാൻ വയ്യാതെ പറഞ്ഞു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ആൻഡ് മസാലക്കറി. ഇതോടെ പൂരി ഉണ്ടാക്കുന്നുണ്ട്, മസാലക്കറി. ചുണ്ടരൻ എന്താ ഉണ്ടാക്കണേ?
അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പൂരി മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഗീതു അവിടെ പൂരി ഇങ്ങനെ പരത്തി, ഞാനിവിടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ പരിപാടി കഴിയുമല്ലോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പൊട്ടറ്റോൻ്റെ മസാലക്കറിയാണ് കേട്ടോ. മിത്തുക്കുട്ടിയും നമ്മുടെ മാഡിയും നിക്കിയൊക്കെ രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഇവിടെ ഗെയിം കളിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുക്കിങ്ങിന് ഒരു അക്ക വരുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്കും രാത്രിയും ഫുഡ് ഉണ്ടാക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ രാത്രിക്ക് ചപ്പാത്തി മുട്ടക്കറി ഓൾറെഡി റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചെറിയമ്മ തന്ന മാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വെയിലായാലേ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഉച്ചയ്ക്കും ലഞ്ചിനും ഡിന്നറിനും ഇവിടെ കുക്ക് ചെയ്യാനൊരു അക്ക വരും. അപ്പോൾ അതുകൊണ്ട് കാരണം ഇതും ജേനും വർക്കിംഗ് ആയതുകൊണ്ട് അവർക്ക് കുക്കിങ്ങിന് ആളാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അക്ക നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ. നമ്മുടെ കേരള ഫുഡുകളൊക്കെ ഉണ്ടാക്കും. എന്ത് ടൈപ്പ് പറഞ്ഞാലും ബിരിയാണി ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. പിന്നെ കേരള ഫുഡ് ഉണ്ടാക്കുന്നതിന് വലിയൊരു കാര്യമില്ല അല്ലേ. വീട് ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. വീട് ഇപ്പം ഞങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷം പെട്ടി ഇതൊക്കെ ആയിട്ട് ആകെ അലങ്കോലായി കിടക്കണം. നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾ വരുമ്പോൾ വീട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ആമസോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്രാവശ്യം ചുരിദാറല്ല, ബ്യൂട്ടി പ്രോഡക്റ്റുകളാണ് കാണിച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങാലും. അപ്പോൾ ബ്യൂട്ടി പ്രോഡക്റ്റുകളിൽ ഫസ്റ്റ് വണ് ഞാൻ ഒരു പെർഫ്യൂം, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് യൂണിസെക്സ് ആണ് കേട്ടോ. അടിപൊളി ഫ്രാഗ്രൻസ് ആണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ അടുത്തത് വാങ്ങിയത് സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തത്, എനിക്ക് നല്ല ഇഷ്ടമാണ്. ടാക്കിൻ്റെ ഏലാദി സൺസ്ക്രീൻ. ഇങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് നിൽക്കില്ല. ഇവരുടെ തന്നെ കുങ്കുമാതിയും നല്ലതാണ് സൺസ്ക്രീൻ. പിന്നെ ടാക്കിൻ്റെ വൈറ്റമിൻ സി ഫേസ് സീറാണ്. ഇതും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ടാക്കിൻ്റെ ഇതൊരു ആയുർവേദ പ്രൊഡക്റ്റാണ്. നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഗ്ലോ ആക്കാനും സംഭവത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് സീറാണ്. പിന്നെ നമ്മുടെ ടോണറാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഫേസ് വാഷ് ചെയ്ത ഈ ഒരു ടോണർ അടിക്കും. Urban Botanicsന്റെ ഒരു റോസ് ഇതാണ്. നല്ല പനിനീരിന്റെ മണമാണ് കേട്ടോ. ഇത് അടിപൊളി സംഭവമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യുമ്പോൾ സ്കിന്നിനും കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിയോ ആണ് കേട്ടോ. ബോഡി മിസ്റ്റ് ആണ്, അടിപൊളിയാണ്. ഇത് നമ്മുടെ പ്ലമ്മിന്റെ ബോഡി ഹവായി റുംബ. ഈ ഒരു മണം ഉണ്ടല്ലോ അടിപൊളി. ഇവരുടെ ബോഡി ലോഷനും കൂടെ ഉണ്ട്. അതും ഇതേ ഒരു ഫ്രാഗ്രൻസ് ആണ്. ഹായ്, നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ മിനിമലിസ്റ്റിൻ്റെ ഇത് ഗീതു യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. ഇതും നല്ലതാണെന്നാണ് കേട്ടോ ഗീതു പറയുന്നത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗീതു ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. മിനിമലിസ്റ്റിൻ്റെ കുറച്ചും കൂടെ നല്ലതാണ്. ഇപ്പോൾ ഈ ടാക്ക് പോലെ തന്നെ രണ്ടും ഒരേപോലെ നല്ലതാണ്. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഗീതു യൂസ് ചെയ്ത സാധനം ആയതുകൊണ്ട് എനിക്ക് ഇതും കൂടെ കാണിച്ചു തരണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടാക്കാം. പിന്നെ ഇത് നമ്മുടെ സ്മൂത്തനിങ്ങും കെരാറ്റിനൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പേര് ഗീതുവിൻ്റെ മുടി കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ ഹെയർ ഓൾറെഡി ഒരു അങ്ങനത്തെ ഹെയർ ആണ്. പിന്നെ കളറിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അവൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിറം അപ്ലൈ ചെയ്യൂല. അപ്പോൾ ആ സിറം അവൾ യൂസ് ചെയ്യുന്ന കെരാറ്റിൻ സ്മൂത്ത് വിത്ത് ആർഗൻ ഓയിൽ. ഇതിൻ്റെ ട്രെസ്മേയുടെ ആണ്. പിന്നെ ഓൾവേസ് കാജൽ, എനിക്ക് ലാക്മേയുടെ കാജൽ നല്ലതാണ്. കുറച്ചൊരു നമ്മളുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഐക്കോണിക് കാജലും അതേപോലെ തന്നെ ഈ ഒരു ഐലൈനർ. ഇത് മിത്തുക്കുട്ടിക്കാണ്. ഇത് മെബിലിൻ്റെ ഐലൈനറാണ്. ഞാൻ അങ്ങനെ ഐലൈനർ യൂസ് ചെയ്യില്ല. ഐലൈനർ യൂസ് ചെയ്യുന്ന ആളെ മിത്തുവാണ്. മിത്തുവിന് എപ്പോഴും ഐലൈനർ വേണം. അപ്പോൾ അവളുടെ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നായിട്ട് നമ്മളിങ്ങനെ സ്റ്റോക്ക് വെച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അവളുടെ ഐലൈനറാണ് കേട്ടോ ഇത്. പിന്നെ അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ബയോട്ടിക്കിൻ്റെ ഒരു ഫ്രൂട്ട് ബ്രൈറ്റനിങ് ടാൻ റിമൂവൽ ഫേസ് പാക്ക് ആണ്. ഈ പറഞ്ഞ പോലെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നല്ല മണാട്ടോ അത്, നല്ലതാണ്. ടാൻ റിമൂവലിന് മെയിനായിട്ട് നമ്മൾ എത്ര സൺസ്ക്രീൻ വെച്ചാലും നാട്ടിലെ ചൂട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ടാൻ റിമൂവ് ആയി. ഇത് ബയോട്ടിക്കിൻ്റെ ആണ്. ഇത് നല്ലതാണ്. പിന്നെ ഇപ്പം അടുത്ത് എനിക്ക് യൂസ് ചെയ്തതിൽ നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ഷാംപൂ ആണ് കേട്ടോ. ഈ സൺസിൽക്കിൻ്റെ ഷാംപൂവും കണ്ടീഷണറും. ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആവും നമ്മുടെ ഹെയർ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആയുർവേദിക് പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്യും. കേളി ഹെയറിന് വേറെ അങ്ങനത്തെ അതൊക്കെ വേറെ ഉണ്ട്. അതല്ലാതെ ഒരു നോർമലായിട്ടുള്ള ആൾക്ക് ഏതാണ് നല്ലതെന്ന് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. സൺസിൽക്കിൻ്റെ ഈ ഒരു ഷാമ്പൂവും ഈ ഒരു കണ്ടീഷണറും ഭയങ്കര ഒരു സ്മൂത്ത് ഒരു സംഭവം കിട്ടുന്നതാണ്. പിന്നെ ഗീതു യൂസ് ചെയ്യുന്ന ടോണർ പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമായ ഒരു ടോണറാണ്. എങ്കിലും റൈസ് വാട്ടർ വളരെ നല്ലതാണ്. നമ്മൾ കഞ്ഞിവെള്ളം മുഖത്താക്കി കഴിഞ്ഞാലും തലയിലാക്കിയാലും ഭയങ്കര നല്ലതാണെന്ന് പറയില്ല. അപ്പോൾ അതുകൊണ്ട് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ അവൾക്ക് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ സാധനങ്ങൾ കുറച്ചൊന്നുണ്ട്. ഒരു LA ഗേളിൻ്റെ പ്രോ കൺസീൽ കളർ കറക്റ്റർ. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം എൻ്റെ കണ്ണിൻ്റെ താഴെ ഒരു നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി വെറുതെ കൺസീലർ ഇട്ടിട്ട് കാര്യമില്ല. ഈ ഒരു ഓറഞ്ച് കളർ കറക്റ്റർ ആദ്യം അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ കൺസീലർ ഇടാൻ. അപ്പോൾ ഒരിക്കലും ആ ഡാർക്ക് സർക്കിൾസ് കാണില്ല കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഒരു കൺസീലർ യൂസ് ചെയ്യുക. എൻ്റെ ഫേവറേറ്റ് കൺസീലർ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് തുടങ്ങിയിട്ട് മെബിലിൻ്റെ കൺസീലറാണ്.
പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പാക്ട് പൗഡർ എന്ന് പറയുന്നത് മെബിലിൻ്റെ ഫിറ്റ് മീ ലൂസ് പൗഡർ. ഈ ഒരു പൗഡറാണ് എനിക്കിപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാണ് ഇങ്ങനത്തെയാണ് യൂസ് ചെയ്യുന്നത്. ഈ മെബിലിൻ്റെ എനിക്ക് മാമാത്തിൻ്റെ ഈ ഒരു ഷെയ്ഡും എനിക്ക് ഭയങ്കര ഇഷ്ടം. മാമാത്തിൻ്റെ ഒരു 2-3 ഷെയ്ഡ്സ് ഉണ്ട്. അതിൽ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എപ്പോൾ പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡ് കേട്ടോ. ഇത് എവിടെ നിന്നാണ്, ഇതും കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ എപ്പോഴും ഹാൻഡ് ബാഗിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഇതാണ് പീച്ച് ന്യൂഡ്. ഇത് അടിപൊളിയായിട്ട് ഇതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്. അയ്യോ കുറച്ചധികം ഉണ്ട് അല്ലേ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇത് ബിരിയാണി. എന്തായോ എന്തോ ബിരിയാണിയാണോ ചിക്കനാണോ, എന്തായാലും ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ലഞ്ച് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടാക്കാം. അപ്പോൾ അത് പോയി നോക്കട്ടെ. എല്ലാം ആമസോണിലാണ്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്ലസ് നമ്മുടെ ഹോം ടൂറും കൂടെ കാണിക്കാം. ഇപ്പോൾ ഹോം ടൂർ ഒരു പ്രാവശ്യം അച്ഛനും അമ്മയും സ്വപ്നാസ് ഫുഡ് വേൾഡിൽ കാണിച്ചതെന്ന് എനിക്ക് തോന്നണം കേട്ടോ. എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വക ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഹാള്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. ഇവിടെ ബാംഗ്ലൂർ അവർ വരത്തൂരാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹാള്, ഡൈനിങ് ഹാള്, 2 ബെഡ്റൂം 2 BHK ആണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഹാള് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള DC ആണ് അവരുടെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്തത്. ഹാൾ എന്ന് ഡൈനിങ് ഹാൾ ഒരു സെപ്പറേറ്റ് ആണ്. അതൊരു ഭയങ്കര ഇതാണല്ലേ. നമുക്ക് ഡൈനിങ് ഹാളും സെപ്പറേറ്റ് കിട്ടിയാൽ തന്നെ നന്നായിട്ട് നമുക്ക് സ്പീഷ്യസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നിറയെ ചെടികളൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മിക്കവാറും നാട്ടിലൊക്കെ പോകുമ്പോൾ ചെടി നാശമാവും എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഇതൊക്കെ അവരുടെ അതേ ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കേട്ടോ. വേറെ ബിൽഡിങ്സും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇട്ടിട്ടുണ്ട് കൊതു വരാതിരിക്കാനും പൊടി കയറാതിരിക്കാനും. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ജനാല് പോലെ വെച്ചിട്ടുണ്ട്. ഇതാണ് പൂജാമുറി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പൂജാമുറി. ഇത് അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തതാണ്. എനിക്കും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മഞ്ചാടിക്കുരും ഉരുളി കൃഷ്ണനും ഒരു രസമാണ്. ഈ ഒരു ഡൈനിങ് അവിടെ ഒരു ചെറിയൊരു ക്രോക്കറി സെറ്റും കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു ഷോ പീസ് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ കാണുന്നതല്ലേ. ഇതാണ് കിഡ്സ് ബെഡ്റൂം. കളർ കോമ്പിനേഷൻ പിന്നെ അറിയാലോ, ബോയ്സ് അല്ലേ, അവർക്ക് ബ്ലൂ വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കിഡ്സ് ബെഡ്റൂം പ്ലസ് വാർഡ്രോബ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇതിൽ പക്ഷെ നല്ല ഭംഗിയിൽ ഒരു ബാക്കിൽ ചെയ്തിട്ടുണ്ട്. ബോയ്സിൻ്റെ പിന്നെ സ്റ്റഡി ടേബിൾ കാണും പറയാൻ കുറേ ഡ്രൈവിങ് സാധനങ്ങളും കുറേ അങ്ങനത്തെ. ഇത് മാധവ് വരച്ചതാട്ടോ, നന്നായി വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിററും അതിൻ്റെ ഉള്ളിൽ അങ്ങനെ മേക്കപ്പ് സംഭവങ്ങൾ. ഇത് അവരുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതും നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൈൻഡാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ അവർ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് വർക്ക് സ്റ്റേഷൻ അത്യാവശ്യമാണ്. വുഡൻ ഫ്ലോറാണ്, വുഡൻ ടൈൽസ് അല്ല, ശരിക്കും വുഡൻ ഫ്ലോറിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബും പിന്നെ ഇപ്പോഴത്തേക്ക് മിറർ ഡ്രസ്സിങ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് ഒരുപാട് സ്പേസ് പോവാത്ത രീതിയിലാണ് ചെയ്യുക. പിന്നെ ഇവിടുന്നാണ് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്നാണ് കിച്ചണിലേക്കുള്ള എൻട്രി. പിന്നെ സൈഡിലായിട്ട് ചെറിയൊരു ബാത്റൂം, 2 ബാത്റൂമുണ്ട്. ഒരു കോമൺ ബാത്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുമാണ്. അപ്പോൾ ഇത് കോമൺ ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവരുടെ കിച്ചണാണ്. കിച്ചണിലുള്ള ആ ഒരു ഇത് എന്താ പറയുക, കബേർഡ്സൊക്കെ നന്നായിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ഒരു ഗ്രേ ആണ്. അത് ആക്ച്വലി വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ വേറെ കളറാണ്. ഇതൊരു സാൻഡ് ടൈപ്പാണ്. അതായത് ശരിക്കും ഒരു മാറ്റ് ഫിനിഷിൽ പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഒരു സ്റ്റോൺ ടൈപ്പ് വരുന്നത്. എന്താ എനിക്കതിൻ്റെ പേര് ശരിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കളറല്ല, കുറച്ചും കൂടെ ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്നതാണ്. ഇങ്ങനെ ഒരു L ഷേപ്പിലായതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആണ്. കിച്ചൺ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. പിന്നെ അവിടെ മെയിനായിട്ട് ഡ്രയറും ആൻഡ് വാഷിംഗ് മെഷീനും ആണ് വേണ്ടത്. കാരണം തണുപ്പുള്ള സ്ഥലമല്ലേ എപ്പോഴും. പിന്നെ ഈ ഒരു സംഭവം എനിക്കിഷ്ടമായി, ഒരു പുൾ ഔട്ട് നമ്മുടെ മോപ്പും ചൂലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇങ്ങനെ വളരെ ക്വിക്കായിട്ടൊരു ഹോം ടൂർ നടത്തിയതാണ്. അപ്പോഴേക്കും നമ്മുടെ അക്ക അവിടെ നല്ല അടിപൊളി ടൊമാറ്റോ റൈസ് ആൻഡ് ഒരു സ്പെഷ്യൽ ടൊമാറ്റോ റൈസ്, നോർമൽ ടൊമാറ്റോ റൈസ് അല്ല, ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ പുലാവ് പോലെയാണ് ആക്ച്വലി ടൊമാറ്റോ റൈസ് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചിക്കൻ കറിയും മാങ്ങാക്കറിയും. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ DBC പോയല്ലോ, ഡെത്ത് ബൈ ചോക്ലേറ്റ്. അപ്പോൾ അത് സ്വിഗ്ഗിയിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ എനിക്ക് പോണതിൻ്റെ മുന്നേ, നാട്ടിൽ പോണതിൻ്റെ ഒന്നും കൂടെ അതൊക്കെ കഴിക്കണം എന്നൊരു ചെറിയ ആഗ്രഹം. അപ്പോൾ ഞാൻ DBCന്ന് വാങ്ങിച്ചു. പിന്നെ നമ്മൾ രാമേശ്വരം കഫേയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബെണ്ണദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വീഡിയോയിലും കാണിക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ എന്നാലും കുറേയൊക്കെ സ്വിഗ്ഗിയിൽ, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാഗ്നിയം അതൊക്കെ സ്വിഗ്ഗിയിൽ കിട്ടുമെന്ന്. എല്ലാം സ്വിഗ്ഗിയിൽ കിട്ടുന്നത് കൊണ്ട് എല്ലാം നമുക്ക് ഓരോ പ്രാവശ്യം കൂടെ നമ്മൾ വാങ്ങിച്ച് ഫുഡൊക്കെ അടിപൊളിയായി കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്ത് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. രംഷേട്ടുണ്ട് ഇവിടെ. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, ഒന്ന് ചുമ്മാ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ തന്നെ ഇവരുടെ ഇതിൽ തന്നെ എവിടെയെങ്കിലും ഒന്ന് പോവോ. അപ്പോൾ
അപ്പം നമ്മൾ ഹോം ടൂറൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് അപ്പാർട്ട്മെൻറ്റ് ടൂർ ആയാലോ. അപ്പം നമ്മൾ ഈവനിങ് ആയപ്പോൾ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ വേറെ എവിടെയും പോകുന്നില്ല, ഇന്ന് നമുക്ക് അപ്പാർട്ട്മെൻറ്റൊക്കെ ഒന്ന് കറങ്ങി നടക്കാം. കാരണം ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല, അതുകൊണ്ട് അമ്മ പറഞ്ഞിട്ടുള്ള അറിവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്നതല്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടി എടുത്ത് പോകാച്ചിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് 1-2 ഫോട്ടോസ് കൊടുത്തു. 1-2 കുറച്ച് അധികം ഫോട്ടോയും റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് നല്ല അടിപൊളിയാണ്. പിന്നെ വലിയ വലിയ ടൗൺഷിപ്പുകളാണ് ഇവിടെ അധികം. നമ്മൾ മുന്നേ ഇവർ വാടകയ്ക്ക് താമസിച്ചത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, വലിയ ടൗൺഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഗുണം വെച്ചാൽ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ വന്നാലും വയസ്സായ ആളുകൾക്കാണെങ്കിൽ ഒരുപാട് നടക്കാനും ഒക്കെ സൗകര്യമല്ലേ. അപ്പം അങ്ങനത്തെ കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ക്ലബ് ഹൗസാണ്, അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. മിത്തുക്കുട്ടി മാധവും വന്ന അന്ന് മുതൽ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ അവൻ നിൽക്കുക എന്താ വെച്ചാൽ അവൻ ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല, അവന് സ്വിമ്മിങ് അറിയാനുള്ള പ്രായം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് വിടില്ല. ഇവർക്ക് രണ്ടുപേർക്ക് സ്വിമ്മിങ് അറിയുന്നതുകൊണ്ട് ഇവർ ഓടി നടന്ന് വലിയ പൂളിലും കിഡ്സ് പൂളിലും ഒക്കെ ഓടി നടന്ന് ഒരു 4 മണിക്കൂർ അവിടെ തന്നെയാണ്. രാവിലെ അങ്ങനെ വിടില്ല കേട്ടോ, കാരണം നല്ല വെയിലല്ലേ. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെയൊക്കെ നടന്ന് അവർ ക്ലബ് ഹൗസൊക്കെ കാണിച്ചു തന്നു. പിന്നെ പെറ്റ്സിനുള്ളൊരു ഏരിയ ഉണ്ട്, അതുപോലെ കിഡ്സിന് ഒരുപാട് ഏരിയ ഉണ്ട്, നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വയസ്സായ ആളുകൾക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ട്. നമ്മളെപ്പോലുള്ളവർക്ക് നമുക്ക് പുറത്ത് റൂട്ടിലൊക്കെ നടക്കാം, പക്ഷേ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഇഷ്ടംപോലെ നടക്കാനുണ്ട്. ഓൾമോസ്റ്റ് 100 ഏക്കറാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാ പുതിയ പുതിയ ബിൽഡിങ്സൊക്കെ കൺസ്ട്രക്ഷനൊക്കെ അത്രയും വലിയ വലിയ ടൗൺഷിപ്പിലാണ് കേട്ടോ വരുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. മുംബൈയിൽ കമ്പാരിറ്റീവ്ലി സ്പേസ് കുറവായത് കാരണം അങ്ങനത്തെ ഇത്രയും വലിയ ടൗൺഷിപ്പുകൾ വളരെ കുറവാണ്. ഹിരനന്ദാനി, ഹുദ ഗ്രൂപ്പ്സ് പോലെയുള്ള അതൊക്കെയാണ് അങ്ങനെ നമ്മൾ കാണാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു സ്ഥലമായിട്ട് ഫീൽ ചെയ്തു. ഇത് ക്ലബ് ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാടുണ്ട്, ജിമ്മുണ്ട്, ലൈബ്രറി ഉണ്ട്, തിയേറ്റർ ഉണ്ട്, അങ്ങനെ എല്ലാതും ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് അവരിങ്ങനെ കാണിച്ചു തരാണ്, ഞങ്ങൾ നടക്കണം. എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, ഈ ഒരു ടെറസിൽ നിന്നുള്ള വ്യൂ നോക്കിയേ, എന്ത് ബ്യൂട്ടിഫുള്ളല്ലേ, നല്ല രസമുണ്ട്. പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, കൺസ്ട്രക്ഷൻ ഫുൾ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഇവരുടെ. അപ്പോൾ ഇവരുടെ ആ ഒരു ബിൽഡിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിലാണ് ഇവർ താമസിക്കുന്നത്. ബാക്കിയുള്ളിടത്തൊന്നും ആൾ വന്നിട്ടില്ല. വരുമ്പോഴേക്കും ഇപ്പോൾ നല്ല റഷായിരിക്കും. ഇപ്പോൾ പാർക്കിലൊക്കെ അധികം ആളുകളൊന്നുമില്ല, പിന്നെ വെക്കേഷൻ ആയതുകൊണ്ടും ആയിരിക്കും ആളുകളൊക്കെ പോയിട്ടുണ്ടാവുക. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പെറ്റ്സിൻ്റെ ഏരിയ, പെറ്റ്സിനെ കണ്ട് കളിപ്പിക്കാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും രാത്രി. ഇത് അവിടെ ഫുള്ള് ഇങ്ങനെ നടക്കാനുള്ള ബഗ്ഗി കാറും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഞങ്ങൾ തിരിച്ചിതാ വീട്ടിലേക്ക് തന്നെ പോവാണ്. മിത്തുക്കുട്ടിയും മാധവും അവിടുന്ന് പോയി കുളിക്കാൻ വേണ്ടിയിട്ട് അവരെ പറഞ്ഞയച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. 3 ആൾ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ്, 3 ആളില്ല 2 ആൾ. ഇത് ഇങ്ങനെ വെക്കേഷൻ എൻജോയ് ചെയ്യുന്നുണ്ടാ? ഇഷ്ടമായ മാഗിയുടെ വീട് കാണാനായിരുന്നു മിത്ത് ഓടി വന്നിരുന്നു അല്ലേ. എനിക്ക് കിട്ട വിശന്നിട്ട് ഇതാ ഓരോന്നിരുന്ന് കഴിക്കട്ടോ, TV കണ്ടിട്ട്. ചിന്തര ചെമ്മീരില്ലേ ഇല്ലേ? അപ്പം ഞങ്ങളിതാ പുറത്ത് പോയി വന്നു. ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. ഇവിടെ നിന്നുള്ള കുറച്ച് ദിവസമൊക്കെ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഞങ്ങൾ രാത്രി വരെ, ഇപ്പോൾ വീക്കെൻഡ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുക. അതാ കുട്ടിപ്പട്ടാളങ്ങൾ ശ്രംഷനും ചേനും കൂടെ പുറത്ത് പോയിരിക്കുക കേട്ടോ. ഞങ്ങളെല്ലാവരും കുറച്ച് കഴിയുമ്പോൾ ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ്. നല്ല വ്യൂ അല്ലേ, വ്യൂ കണ്ട്. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, ആദ്യമായിട്ടാണ് എല്ലാ പ്രാവശ്യം ബാംഗ്ലൂർ വരുമ്പോൾ സ്വെറ്റർ ഇടണം. ഇപ്രാവശ്യം ചൂടുണ്ട്, ബോംബെയിലത്തെ അത്ര ഇല്ലെങ്കിലും ഇവിടെ ചൂടുണ്ട് അല്ലേ. എത്ര വ്യത്യാസമല്ലേ. ബാംഗ്ലൂരൊക്കെ എന്തൊരു തണുപ്പുള്ള സ്ഥലമായിരുന്നു, എങ്ങനെ ഇങ്ങനെ ആയിപ്പോയതാണോ. എന്നാലും ബോംബെയിലത്തെ ചൂടൊന്നുമില്ല കേട്ടോ, അതൊക്കെ നോക്കുമ്പോൾ ഇവിടെ സ്വർഗം. ഗീതു വരുന്നുണ്ട്. ഗീതോ കമാൻ, ഇന്ന് ബാൽക്കണിയിൽ കിടന്നുറങ്ങിയാലോ. ഞങ്ങളെല്ലാവരും ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും. പ്രകൃതിയിലെ ബിൽഡിങ്ങിൻ്റെ ഭംഗി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു പറഞ്ഞു ഗീതു. ഇന്ന് മഴ ഇല്ല, പക്ഷെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്ന് നല്ല അടിപൊളി ഇതാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത് ഇവിടെ. അതിന് മുന്നേ നമ്മളുണ്ടായിരുന്ന സ്ഥലത്തും വന്നിട്ട് അതും നല്ല രസമായിരുന്നു. പക്ഷെ അന്ന് കുറച്ചും കൂടെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് കുറച്ചും കൂടെ തണുപ്പുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് ചൂട്, പക്ഷെ നല്ല രസമുണ്ട്. എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുക. അച്ഛനമ്മേനെ മിസ് ചെയ്യുന്നുണ്ട്. അവർ പക്ഷേ ഇവിടെ യൂറോപ്പ് കറങ്ങിക്കൊണ്ടിരിക്കുക, അവർ എത്തിയിട്ടില്ല. യെസ്, വേണ്ട. അപ്പം ഞങ്ങളിവിടെ ഇത് എൻജോയ് ചെയ്യാം കേട്ടോ. ഇതും ചെയ്യുന്നതോ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. ഇപ്പം സമയം 1:30 കേട്ടോ. ഞങ്ങൾ ഇപ്പോഴും വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.